ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യ ജോലി ചെയ്യുന്ന അതേ സ്കൂളിലാണ് സുജാതയ്ക്ക് പാചകം ചെയ്യാനുള്ള ജോലിയും കിട്ടിയിരിക്കുന്നത്. പക്ഷേ നിത്യ അറിയാതെയാണ് സുജാത പാചകം ചെയ്യുന്നത്. അവിടുത്തെ ആ വാർഡൻ ഇതുവരെ സുജാതയോട് ദേഷ്യമായിരുന്നു. പക്ഷേ നിത്യയുടെ അമ്മയാണെന്നറിഞ്ഞപ്പോൾ സുജാതയോട് ബഹുമാനമാണ് തോന്നുന്നത്. ഇതേ സമയത്ത് തന്നെ ഇതേ സ്കൂളിൽ തന്നെയാണ് ഹരിയുടെ മകളായ കല്യാണിയും പഠിക്കുന്നത്. പത്മ എന്നാണ് നിത്യ അവിടെ അറിയപ്പെടുന്നത്. ശേഷം കാണിക്കുന്നത് നിത്യ നടന്നു വരികയായിരുന്നു. പത്മ എന്ന് വിളിച്ച് പിന്നാലെ വരികയാണ് കാർത്തിക്. എടോ, എത്ര തവണയാടോ ഞാൻ തന്നെ വിളിക്കുന്നത് എന്നെ കാർത്തിക് പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, എടോ തനിക്കെന്താ കോമൺ സെൻസ് ഇല്ലേ? നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ. അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര വിഷമമായി. പക്ഷേ ഞാനത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വിവാഹകാര്യം എത്ര വൈകിയാലും എൻ്റെ തീരുമാനം തന്നെ നടന്നിരിക്കും എന്നിങ്ങനെ കാർത്തിക് പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു, അതുകൊണ്ട് പത്മ താൻ ആലോചിക്കാൻ ഇനിയും സമയം എടുത്തോളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പത്മയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നിത്യ. വീണ്ടും കാർത്തിക് പറയുന്നു, കണ്ട അന്ന് മുതൽ മനസ്സിൽ എഴുതിയിട്ടതാണ്, നീയാണ് എൻ്റെ പെണ്ണെന്ന്. കാർത്തിക് മാറ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിത്യ പോകാൻ തുടങ്ങുമ്പോൾ നിത്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് കാർത്തിക്. ദേഷ്യത്തോടെ നിത്യ കാർത്തികിന്റെ കരണത്തടിക്കാൻ തുടങ്ങിയപ്പോൾ നിത്യയുടെ കൈ തടയുകയാണ് കാർത്തിക്. ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്ന് പത്മയാണ് തീരുമാനിക്കേണ്ടത് എന്ന് കാർത്തിക് പറയുമ്പോൾ നിത്യ പറയുന്നു, ഒരാളുടെ ജീവിതവും മരണവും എൻ്റെ കയ്യിലല്ല. കാർത്തിക് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കാർത്തികാണ് എന്ന് പറഞ്ഞ് നിത്യ പോവാൻ തുടങ്ങിയപ്പോൾ പിറകിൽ നിന്ന് പത്മ എന്ന് വിളിക്കുകയാണ് കാർത്തിക്. നിത്യ തിരിഞ്ഞു നോക്കാതെ പോകുന്നു. പത്മ, ഒരു മിനിറ്റ് എന്ന് വീണ്ടും കാർത്തിക് പറയുമ്പോൾ നിവർത്തിയില്ലാതെ നിത്യ തിരിഞ്ഞു നോക്കി. പോക്കറ്റിൽ നിന്നും കാർത്തിക് ഒരു സാധനം എടുക്കുന്നുണ്ട്, ഒരു ബോട്ടിലിൽ. ഇത് പോയിസനാണ്. പത്മ എന്നെ പരിപൂർണമായി നിഷേധിച്ചാൽ എൻ്റെ മരണം ഞാൻ തിരഞ്ഞെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. നാളെ ഇതേ നേരം വരെ പത്മയ്ക്ക് ഞാൻ സമയം തരും. എന്നിട്ടും പത്മയുടെ മറുപടി നോ എന്നാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കുമെന്നും പറയുന്നു. ഇഷ്ടപ്പെട്ട പെണ്ണിനു വേണ്ടി ജീവിക്കുന്നത് മാത്രമല്ലല്ലോ, മരിക്കുന്നതും സ്നേഹം തന്നെയല്ലേ. പത്മ പൊക്കോ എന്ന് പറഞ്ഞ് കാർത്തിക് പോകാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയുന്നു, ദേ ഒരേ ഒരു ദിവസം നിന്റെ മുന്നിലുണ്ട്. നിനക്ക് എന്നെ ജീവിപ്പിക്കാനും എന്നെ കൊല്ലാനും എന്ന് പറഞ്ഞ് കാർത്തിക് പറയുന്നു. ഓക്കെ പത്മ, ബൈ, സ്റ്റിൽ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും ഓടിപ്പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നിത്യ. ഉടൻ തന്നെ നിത്യ ഫോൺ എടുത്ത് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്, സുജാതയ്ക്ക്. സുജാത പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം ഫോൺ എടുത്തു. അമ്മ ഇപ്പോൾ എവിടെ, അമ്പലത്തിലാണോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അമ്പലത്തിൽ. അതെ, എന്ത് പറ്റി മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമാണെന്ന് നിത്യ. മോളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം എന്ന് സുജാത പറയുന്നു. വേണ്ടമ്മേ, അമ്മ അമ്പലത്തിൽ നിന്നോ, എനിക്കും അങ്ങോട്ട് വരാനുണ്ട്. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ അങ്ങോട്ട് വന്നോളാം. മോളെ, അത് എനിക്ക് സുജാത പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞ് നിത്യ ഫോൺ വെച്ചു. അവൾ അമ്പലത്തിലെത്തുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ടെൻഷനോടെ സുജാത ഇരിക്കുന്നു. അവിടെ ഒരു ചേച്ചിയോട് സുജാത വന്ന കാര്യം പറയുന്നു, ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങാണ്, വീട്ടിൽ നിന്ന് അത്യാവശ്യമായി വിളിച്ചു എന്ന്. പണിയൊക്കെ കഴിഞ്ഞല്ലോ, ചേച്ചി പൊയ്ക്കോളൂ എന്ന് ആ ചേച്ചിയും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ക്ഷേത്രം. ഒരു ഓട്ടോയിൽ നിത്യ അവിടെ വന്ന് സുജാതയെ അന്വേഷിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഓട്ടോയിൽ സുജാത അവിടേക്ക് വരുന്നേ ഉള്ളായിരുന്നു. എല്ലാ സ്ഥലത്തും സുജാതയെ അന്വേഷിക്കുകയാണ് നിത്യ. ചേട്ടാ, ഇവിടെ സുജാത എന്നൊരു സ്ത്രീ അറിയാമോ എന്ന് നിത്യ ആ രസീത് കുറിപ്പിക്കുന്ന സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ല, അറിയില്ല എന്ന് അവർ പറയുന്നു. നിത്യ അമ്പലത്തിന് ചുറ്റും നോക്കുന്നുണ്ട്. ഇതേ സമയം സുജാത മറ്റൊരു ഓട്ടോയിൽ അവിടെ എത്തി. തിരുമേനിയോട് ചോദിക്കുകയാണ് നിത്യ. തിരുമേനി, സുജാതയമ്മ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നു, സുജാതമ്മയോ? അത് ആരാണെന്ന്. എന്നും ഇവിടെ വരാറുണ്ട്, ഇവിടെ കുറേ നേരം ചിലവഴിക്കും, ഉച്ചവരെ ഉണ്ടാവാറുണ്ട് എന്ന് നിത്യ പറയുമ്പോൾ തിരുമേനി പറയുന്നു, സ്ഥിരമായിട്ട് വരുന്നവരെയും പോകുന്നവരെയും എനിക്കറിയാം. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ കുട്ടിക്ക് ക്ഷേത്രം തെറ്റിയതായിരിക്കുമെന്ന് പറയുന്നു. ഇല്ല, ഇതിനു മുന്നേ ഞാനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിത്യ പറയുന്നു. ഇല്ല കുട്ടി, ഈ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് തിരുമേനി പറയുന്നുണ്ട്. സുജാത അവിടേക്ക് വരുമ്പോൾ തിരുമേനിയോട് സംസാരിച്ചിരിക്കുന്ന നിത്യയാണ് സുജാത കാണുന്നത്. നിത്യയെ വിളിക്കുന്നുണ്ട്. അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. വാ മോള് വാ എന്ന് പറഞ്ഞ് സുജാത നിത്യയും കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇന്നിറങ്ങാൻ കുറച്ച് വൈകിയെന്ന് സുജാത പറയുന്നു. എന്നാൽ പിന്നെ അമ്മയ്ക്കത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അതിനെ നീ പറയിച്ചാലല്ലേ. ആദ്യം മോൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയും. അമ്മേ, നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ എന്ന് നിത്യ. എന്ത് പറ്റിയിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ? മോള് ആദ്യയുടെ ക്ലാസ്, നിന്റെ ജോലി, എല്ലാ പ്രശ്നവും ഇല്ലേ?
കാര്യം എന്താണെന്ന് പറയുമോളെ എന്ന് സുജാത. നമ്മൾ ഈ നാട്ടിൽ തുടരുകയാണെങ്കിൽ വേറെ ചില ദുരന്തങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരും എന്ന് നിത്യ പറയുന്നു. കാർത്തികിനെ ഇപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം നിത്യ പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. ഇനി ഒരെണ്ണം കൂടി താങ്ങാൻ നമുക്ക് കരുത്തുണ്ടോ അമ്മേ? നമുക്ക് മാറിപ്പോകാം എന്ന് നിത്യ. ഇപ്പോഴത്തെ ഹൗസ് ഓണർ നല്ലവനാണ്. വാടക 10-15 ദിവസം മുടങ്ങിയാലും വൈകിയാലും അയാൾ ഒന്നും പറയില്ല. ഇനി വേറൊരിടത്ത് പോകണം, മറ്റൊരു സ്ഥലം കിട്ടണം എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അമ്മയൊന്ന് സമ്മതിച്ചാൽ മതി. നിന്റെ തീരുമാനത്തിന് ഞാനെന്നും കൂടെ നിന്നിട്ടുണ്ട്. മോളുടെ സ്വസ്ഥതയാണ് അമ്മയ്ക്ക് ആവശ്യം. മോളുടെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ സ്കൂളിൽ പോയി അടുത്ത മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി ചോദിക്കാം, അവർ തരും. അത് വെച്ച് പുതിയ വീടിൻ്റെ അഡ്വാൻസ് കൂടുതലാണെങ്കിലും കൊടുക്കാമല്ലോ. എന്നാൽ പിന്നെ ശരിയമ്മേ എന്ന് പറഞ്ഞ് നിത്യ പോകാൻ തുടങ്ങുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് സുജാത പിന്നിൽ നിന്ന് വിളിച്ചു. ഇതേ സമയം ക്ഷേത്രത്തിൽ ഒരു കാറ് വരുന്നു. ഹരിയും അമ്മാവനുമാണ് വന്നത്. നീ ഇങ്ങനെ മുഖം തിരിഞ്ഞിരിക്കാതെ അങ്ങോട്ട് ഇറങ്ങ്, ഇറങ്ങാൻ എന്നൊക്കെ അമ്മാവൻ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്ന് ഹരി ചോദിക്കുന്നു. എന്ത് കള്ളത്തരം? അതും ഈ അമ്പലത്തിന്റെ നടയിൽ വെച്ചോ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നു. കള്ളത്തരം എവിടെ വേണമെങ്കിലും കാണിക്കാം. എന്നെ ഇപ്പോൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന്റെ കാര്യം എന്താ? സത്യം പറ. അന്ന് വീട്ടിൽ നടന്നതുപോലെ ഏതോ പെണ്ണിനോടോ കുടുംബക്കാരോടോ ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഹരി. എനിക്ക് വേറെ പണിയില്ലേ? ഞാനെന്തിനാ നിനക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരുടെ മുമ്പിൽ നാണം കിടുന്നത്? ഹരി പറയുന്നു. അപ്പോൾ പെണ്ണ് കാണുന്നു അല്ല അല്ലേ? നീ വിശ്വസിക്കുന്നേ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തോ പറയാനാ എന്നൊക്കെ അമ്മാവൻ പറയുന്നു. ഇവിടുത്തെ തിരുമേനി ഉണ്ടല്ലോ, കേമനായിട്ടുള്ള ഒരാളാണ്. കല്യാണിയുടെ കാര്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അല്ല, മോളുടെ കാര്യം അറിയാൻ നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ നീ അങ്ങോട്ട് ഇറങ്ങ് എന്ന് അമ്മാവൻ ഹരിയോട് പറയുന്നു. മോളുടെ കാര്യമാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മോളുടെ കാര്യമല്ല അച്ഛൻ്റെ കാര്യമാണെന്നേ എന്നോട് പറയാൻ നിൽക്കരുതെന്ന് ഹരി. ആദ്യം മോളുടെ കാര്യം അദ്ദേഹം പറയുന്നേ ഒന്ന് കേക്ക്. മോൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് മിണ്ടാതെ ഉരിയാടാതെ അതങ്ങോട്ട് ചെയ്യുക എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു, പൂജാരി നടയിൽ കിടന്ന് തുള്ളാൻ പറഞ്ഞാലോ? തുള്ളണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, തുള്ളണം. മോൾക്ക് വേണ്ടിയാണെങ്കിലേ കുറച്ച് തുള്ളിയാലും കുഴപ്പമൊന്നുമില്ല. നിനക്കിന് എന്തൊരു ദേഷ്യമാടാ? പണ്ട് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. പണ്ടത്തെ നമ്മളൊക്കെ ചത്ത് മണ്ണടിഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ പുതിയതല്ലേ എന്നെ ഹരി. നീ അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നേ എന്നെ അമ്മാവൻ. അങ്ങനെ ഇപ്പോൾ പോവുകയാണ് അവർ. നീ എന്തോ ഈ നോക്കുന്നത് എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, അല്ല ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? നിന്റെ ഒരു കാര്യം നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വീണ്ടും വിളിക്കുന്നു. അദ്ദേഹം മുന്നേ നടന്നു. ഹരിയാണെങ്കിൽ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ട് നിർത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇതേസമയം സുജാതയും നിത്യയും സംസാരിക്കുകയാണ്. ഇപ്പോൾ ശമ്പളം അഡ്വാൻസായി ചോദിക്കേണ്ട എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അമ്മ എന്താ ഈ പറയുന്നത്? ശമ്പളം അഡ്വാൻസായിട്ട് ചോദിക്കേണ്ടെന്നോ? പിന്നെ എവിടുന്നാ നമ്മുടെ കയ്യിൽ കാശ്? കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് സുജാത. അങ്ങനെ ഇപ്പോൾ ആ കാശ് എടുത്ത് കാണിക്കുന്നു. തൽക്കാലം ഇത് വെച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് സുജാത. അങ്ങനെ നിത്യയുടെ കയ്യിൽ ആ കാശ് കൊടുത്തു. അമ്മയ്ക്ക് എവിടുന്നാ ഈ പൈസ എന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടിയെന്ന് സുജാത പറയുന്നു. ഈ കാശ് എവിടെയോ കണ്ടതുപോലെ തോന്നുകയാണ് നിത്യയ്ക്ക്. ആ നോട്ട് കണ്ടപ്പോഴേ നിത്യയ്ക്ക് എവിടെയോ കണ്ട ഓർമ്മ. കാരണം നേരത്തെ ഇതേ നോട്ടുകൾ തന്നെയായിരുന്നു നിത്യയുടെ കയ്യിൽ അദ്ദേഹം കൊടുത്തു വിട്ടത്. പെട്ടെന്ന് സുജാതയുടെ കൈ പിടിച്ച് മണത്ത് നോക്കുകയാണ് നിത്യ. നല്ല സാമ്പാറിൻ്റെ മണം. നമ്മുടെ വീട്ടിൽ നിന്ന് സാമ്പാർ വെച്ചില്ലായിരുന്നല്ലോ എന്ന് നിത്യ. അല്ല, ഞാൻ സുധയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നിർബന്ധിച്ച് 2 ഇഡലി കഴിപ്പിച്ചു എന്ന് സുജാത കള്ളം പറയുന്നു. ഇതാണോ ഇപ്പോൾ ചോദിക്കാനുള്ള ആനക്കാര്യം എന്ന് ചോദിക്കുന്നു. ഈ പണം എവിടുന്നാ? ഇതാരാ തന്നത് എന്ന് നിത്യ ചോദിക്കുന്നു. ഇതും സുധ തന്നെയാണെന്ന് സുജാത പറഞ്ഞു. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട, അവൾക്ക് അത് കിട്ടിയെന്നേ ഉള്ളൂ, അവൾക്ക് അത്യാവശ്യമില്ല, വേണമെങ്കിൽ കൈ വയ്ക്കാൻ പറഞ്ഞു, അങ്ങനെ വാങ്ങി വെച്ചു എന്ന് സുജാത. അതിപ്പോൾ ഇത്രയും പ്രശ്നമായോ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഇതൊരു പുതുമയാണല്ലോ, സുധേച്ചിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടുന്ന് പണം ഏൽപ്പിക്കലൊക്കെ. അമ്മേ, മര്യാദയ്ക്ക് സത്യം പറയുന്നു നിത്യ. എന്നാൽ പിന്നെ എൻ്റെ സത്യം പറയിപ്പിക്കാൻ എൻ്റെ കൈ കൊണ്ടുപോയി തിളച്ച എണ്ണയിൽ മുക്കിപ്പിക്ക്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ പോരെ? നീങ്ങി വന്നേ, നമുക്ക് എന്തായാലും അകത്ത് പോയി തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് പോകാം. അമ്പലത്തിലെ വരവ്, ചേച്ചിയുടെ വീട്ടിൽ പോക്ക് എല്ലാം കൂടി ചേരുന്നില്ല കേട്ടോ എന്ന് നിത്യ. ഞാനും നീയും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ, അത് മതിയെന്ന് സുജാത. അങ്ങനെ സുജാത നിത്യയെ ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട്. ഇതേസമയം ഹരിയും അമ്മാവനും അവിടെ തൊഴുതു നിൽക്കുകയായിരുന്നു. ഹരി വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുന്നത് കാണുന്നു. എടാ, കൈകൂപ്പി നിൽക്ക്, ദോഷം വരുത്താൻ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. തിരുമേനി എവിടേക്ക് വന്നു. തിരുമേനി 2 പേർക്കും പ്രസാദം കൊടുക്കുന്നു. തിരുമേനിയോട് അമ്മാവൻ പറയുന്നു, തിരുമേനി ഇതെൻ്റെ മോനാ, ഇവൻ്റെ കൈയൊന്ന് നോക്കിയിട്ട് ഇവൻ്റെ കുട്ടിയുടെ ഭാവി ഒന്ന് പറയണം. അത് എൻ്റെ കൈ നോക്കിയിട്ട് എൻ്റെ കുട്ടിയുടെ ഭാവി എങ്ങനെ പറയുന്നത് എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. അത് വലിയവർക്ക് ഭാവി ഉണ്ടായാലല്ലേ കുട്ടികൾക്ക് ഭാവി ഉണ്ടാകൂ?
നീ കൈ കാണിച്ചു കൊടുക്കുക എന്ന് അമ്മാവൻ പറയുന്നു. നിവർത്തിയില്ലാതെ ഹരി ഇങ്ങനെ ദേഷ്യത്തിലും ഒരു ഭാവത്തിലൊക്കെ നിൽക്കുന്നു. പിന്നെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തിരുമേനി ഒന്ന് തൊഴുതിട്ട് ഹരിയുടെ കൈ നോക്കി. ദുരിതങ്ങൾ ഒരുപാട് താണ്ടി യാത്ര ചെയ്തു അല്ലേ എന്ന് തിരുമേനി ചോദിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ പുറകിൽ എത്തുകയാണ് നിത്യയും സുജാതയും. അവരും ഭഗവാനെ തൊഴുതു നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.